എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പഴയൊരു ചുരിദാർ ടോപ്പുമായിട്ടാണ് കേട്ടോ. ഇത് അംബ്രല്ല കട്ട് ചുരിദാർ ടോപ്പാണേ. അപ്പം ഈ ടോപ്പ് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു പലാസ പാൻറ്റ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മേൽവശത്തുനിന്ന് ആ ടോപ്പിൻ്റെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഇതിന് ലൈനിങ്ങും ഉണ്ട് കേട്ടോ. ഈ ലൈനിങ് ഒന്ന് ഇതുപോലെ ഒന്ന് അഴിച്ചൊന്ന് മാറ്റണം. അപ്പോൾ ലൈനിങ് ഞാൻ ഉള്ളിൽ നിന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു അളവ് പാൻറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എലാസ്റ്റിക് പാൻറ്റ്. അപ്പോൾ ആ പാൻറ്റ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എലാസ്റ്റിക് ഒന്ന് വലിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ണം കിട്ടുമെന്ന് കേട്ടോ. അപ്പം നല്ല വണ്ണം കിട്ടും നമുക്ക് മേൽ ഭാഗം കൊണ്ട്. അതിനുശേഷം ഞാനിത് ആ ടോപ്പ് ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് അതിനുശേഷം നമുക്ക് അളവ് പാൻറ്റ് ഇതിൻ്റെ മേളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അളവ് പാൻറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. മേളിൽ നിന്നുള്ള അളവൊക്കെ കറക്റ്റായിട്ട് ഞാനത് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് വരുന്ന ഭാഗം വണ്ണം കൂട്ടിയാണ് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മേളിലെ ഒരു അളവ് കിട്ടാനും പിന്നെ ഇറക്കമൊക്കെ ഒരു അളവ് കിട്ടാനാണ് നമ്മൾ അളവ് പാൻറ്റ് ഒന്ന് വെച്ച് കൊടുത്തത്. എത്ര വണ്ണത്തിൽ നമുക്ക് നമ്മുടെ ഈ ടോപ്പിൽ നിന്ന് പാൻറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു വണ്ണത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മേൽ ഭാഗം കുറച്ചൊന്ന് ലെവൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപോലെയല്ല, അവിടെ ഒന്ന് ഞാനിത് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നുമില്ല, ഒരു സ്വല്പം സ്റ്റിച്ചിങ്ങേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് പീസും കൂടി ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്യണം, ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്യണം. ആ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിതാ നമ്മുടെ ഈ ടോപ്പിൻ്റെ അടിയിലുണ്ടായിരുന്ന ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് എടുത്തിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ മുകളിലായിട്ട് ഒന്നെങ്കിൽ ഇലാസ്റ്റിക് ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തൊരു വള്ളി ഇടുമല്ലോ, അങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു തുണി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആ ലൈനിങ് തുണിയിൽ നിന്ന് ഞാൻ അതിൻ്റെ എത്രത്തോളം വട്ടമുണ്ടോ അത്രയും നീളത്തിലായിട്ട് തുണി രണ്ട് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം എലാസ്റ്റിക് ഇടേണ്ടവർക്ക് എലാസ്റ്റിക് ഇടാം. അപ്പം ഞാൻ ഇവിടെ എലാസ്റ്റിക് അല്ല ഇടുന്നത്, സാധാ ഒരു പടി മേളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്കേർട്ടിനൊക്കെ ഇടുന്ന പോലെ ഒരു വള്ളി അതിൻ്റെ ഉള്ളിലൂടെ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ, അത് ആ ഒരു രണ്ട് ഭാഗം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തുക കേട്ടോ. ഇങ്ങനെ നിവർത്തുമ്പോഴത്തേനും ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗമാണ്. ഇതുപോലെ ഒന്നിച്ച് വയ്ക്കുക. ഒന്നിച്ച് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നായിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേളിൽ നമുക്ക് പടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാൻറ്റിന് കുറച്ച് ഇറക്കക്കുറവ് പോലെ തോന്നിയിട്ടാണ് ഇതിൻ്റെ മേളിലേക്ക് ഞാൻ നമ്മുടെ എലാസ്റ്റിക് ഇടുന്ന ആ ഒരു ഭാഗത്തേക്ക് വേറൊരു തുണി വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഒരുപാട് ഹൈറ്റൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു തുണി തന്നെ മേൽഭാഗത്ത് നിന്ന് അങ്ങ് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ താഴ്വശം മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേൽവശത്താണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ലൈനിങ് തന്നെ തുണി എടുത്തിട്ട് അത് രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ചെറിയ വീതിയിലൊന്ന് ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് പാൻറ്റിൻ്റെ മേളിലോട്ടായിട്ട് ഇത് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് റൗണ്ടിൽ. നമുക്ക് പാൻറ്റിന് എത്രത്തോളം വണ്ണമുണ്ടോ അതിന് അത്രയും തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഞാനിത് ചീത്ത വശത്തുനിന്ന് ഈ തുണി ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ നല്ല വശത്തേക്ക് അത് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കും കേട്ടോ. പാൻറ്റിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ ഒരു തുണി വന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീട്ടിലൂടെയൊക്കെ യൂസ് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്ര ഇറക്കം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു തുണി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് പാൻറ്റിൻ്റെ തുണി തന്നെ മേളിൽ നിന്ന് അങ്ങ് മടക്കി വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് അടുത്ത അതിൻ്റെ തുമ്പെത്തിയപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാനേ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ മടക്കി വെച്ച ഭാഗം നമുക്ക് അവിടെ കൂടെ ഒന്ന് ഇതുപോലെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് നല്ല വശത്തേക്ക് നമുക്ക് ഒരു ഇഞ്ച് വീതിയിലായിട്ടൊന്ന് മടക്കി വെച്ച് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇനിയിപ്പോൾ എലാസ്റ്റിക് ഇടേണ്ടതെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കേർട്ടിനൊക്കെ ഇടുന്ന ഒരു വള്ളി അങ്ങ് ഇട്ടാലും മതി, നമുക്ക് വീട്ടിൽ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. ഈ ഒരു വീതിയിൽ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അരികത്തൂടെ അങ്ങ് ഫുള്ളായിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ പാൻറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിലിടാനായിട്ട് ചെറിയൊരു വള്ളിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ സ്കേർട്ടിനൊക്കെ ഇടുന്ന മാതിരി ഇതുപോലെ ഈ ഒരു വീതിയിലായിട്ട് നമുക്ക് ഒരു വള്ളിയും കൂടെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പലാസ പാൻറ്റ് റെഡിയാകും കേട്ടോ. അപ്പം വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ടോപ്പുകളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാമല്ലോ. പഴയ ടോപ്പ് വെറുതെ ഇരിക്കുന്നതിലും നല്ലതല്ലേ, നമുക്ക് പാൻറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത വള്ളിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു പാൻറ്റാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് വേണ്ടവർക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ കൂടെ നമുക്കൊരു ടോപ്പിൻ്റെ കൂടെ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ടുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട ഞാൻ ടോപ്പിൻ്റെ കൂടെ യൂസ് ചെയ്ത് ഇത് കണ്ട നല്ല ലൂസായിട്ടാണ് താഴെ വശമൊക്കെ നോക്കിക്കേ നല്ല പോലെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ ടോപ്പായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് വീട്ടിൽ കൂടെ ടോപ്പിൻ്റെ കൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.